കനത്ത മഴയിൽ പാലക്കാട് വാടാനംകുറിശ്ശിയിലെ കടകളിൽ വെള്ളം കയറി. റോഡിന്റെ നിർമ്മാണം നടക്കുന്നതിനാലാണ് വെള്ളം കടകളിലേക്ക് കയറിയത് എന്നാണ് വ്യാപാരികളുടെ പരാതി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത്, കനത്ത മഴയാണോ അവിടെ പെയ്തത്, അതോ ഈ റോഡിന്റെ നിർമ്മാണത്തെ തുടർന്ന് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണോ? എന്താണ് സംഭവിച്ചത്? വിജയകുമാർ രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഈ പറയുന്നത് പോലെ വാടാനംകുറിശ്ശി വില്ലേജ് പരിസരം മുതൽ നീള ആശുപത്രി വരെയൊക്കെ സ്ഥിരമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കടകളിലേക്കൊക്കെ കുറച്ച് താഴ്ന്ന ഭാഗങ്ങളിലുള്ള കടകളിലേക്ക് പൂർണ്ണമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് സ്ഥിരമായി ഇങ്ങനെ ഒരു അവസ്ഥയാണ്, വേനൽമഴ പെയ്തു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നാണ് അവിടുത്തെ വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. പാത നിർമ്മാണം, സംസ്ഥാന പാത നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ മേഖലയിൽ ഒരു മേൽപ്പാലത്തിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അത് തീർന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഇതിനുണ്ടാവുകയുള്ളൂ. പക്ഷെ അക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടെന്നൊരു ആക്ഷേപം അവർ ഈ വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ്. ഒരു ഡ്രൈനേജ് സംവിധാനം ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വെള്ളം കയറാതിരിക്കേണ്ട ഒരു ആവശ്യം അവർ ഉന്നയിച്ചു കഴിഞ്ഞു. പട്ടാമ്പി MLA അടക്കം വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കുറച്ച് കഷ്ടമാണ്. നാളെ രാവിലെ അത് വൃത്തിയാക്കാതെ അവർക്ക് ആ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അതെ, ഈ ദൃശ്യങ്ങൾ പാലക്കാട് വാടാനംകുറിശ്ശിയിലാണ്. അവിടെ ഒരു മഴ പെയ്യുമ്പോഴേക്കും കടകളിലേക്ക് വെള്ളം കയറുകയാണ്. റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം എന്നാണ് വ്യാപാരികൾ പരാതിപ്പെടുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.